നല്ലൊരു കഥ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വന്നോ. ഇന്ന് ഞാൻ റോസ്റ്റ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ്. പണ്ട് 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 ഒരു ഗ്രാമത്തിലൂടെ രാത്രി രണ്ടുപേരും നടന്നു പോവുകയായിരുന്നു. അതിലൊരാളുടെ പേര് ബൽറാം, മറ്റേ പേര് ബിർജു. അങ്ങനെ ഇവര് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബൽറാമിന്റെ ചെവിയില് ആ മനോഹരമായ പാട്ട് വന്ന് പതിച്ചത്. എന്റെ പൊന്നുമോനെ രാരിരാരോ, ഇരുട്ടിന്റെ ആഴ്ന്ന ഇരുട്ടിൽ ഉറങ്ങിപ്പോ. ഇത് പാട്ടോ അതോ ഈ തള്ളക്ക് വട്ടോ? ഇരുട്ട് മാത്രമാണ് നിന്റെ കൂട്ടുകാരൻ. വേണ്ടട്ടോ, നീ പാട്ടുണ്ടാക്കിയ മതി, നീ എന്നെ ഉണ്ടാക്കാൻ നിക്കണ്ടാട്ടോ. കണ്ണുറങ്ങ് കണ്ണുറങ്ങ് കണ്ണുറങ്ങ്. കണ്ണ് മാത്രല്ല, എല്ലാം ഉറങ്ങി. ഈ പാട്ട് കേട്ടിട്ട് ആ കുട്ടി ചത്തൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരുട്ടത്ത് ഉറങ്ങിപ്പോകൂ നീ. വായ കുറച്ചു നേരം മൂടി വെക്കി എന്റെ സ്വർണ്ണമേ. അച്ഛന് സ്വർണ്ണമേ. നമ്മുടെ നാട്ടില് ഈ രാത്രിയില് കുട്ടീനെ ഉറക്കാൻ വേണ്ടി ആരാണ് ഈ താലാട്ട് പാട്ട് പാടുന്നത്? നിന്റെ തൊണ്ട. നീ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബൽറാം? എനിക്ക് ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. ബിർജു, ആ താലാട്ട് ശബ്ദം ദേ ആ വീട്ടിൽ നിന്നാണ് കേൾക്കുന്നത്. അല്ല, അതിന് ഞാനിപ്പോ കേട്ടതിന്റെ പേര് താരാട്ട് എന്നാണോ? രാത്രിയുടെ ആഴ്ന്ന ഇരുട്ടത്ത്. ബിർജു ഒരു ന്യൂ ജനറേഷൻ ഫ്രീക്ക് ആണെന്നാണ് തോന്നുന്നത്. കാരണം മൂപ്പരുടെ പോക്കറ്റ് കണ്ടില്ലേ, ഏതോ തുന്നാൻ അറിയാത്തവൻ തുന്നി കൊടുത്ത പോലെ ഉണ്ട്. അല്ല, ഇയാൾ ഇതിലെങ്ങനെ കാശിടുക? കൈയൊടിയില്ലേ? ആ മീൻകാരി പോക്കറ്റിൽ നിന്നാണല്ലോ എടുത്തത്. അതിനെന്താണാവോ? ബിർജു, രാത്രി നിന്റെ അമ്മേനോട് പറഞ്ഞിട്ട് നിന്റെ ചെവിയിൽ കുറച്ച് എണ്ണ അങ്ങ് വെച്ചേക്കേ. കാരണം നിനക്ക് ചെവി കേൾക്കുന്നേ ഇല്ല. ഇത്ര നാറിയൊരു പാട്ട് കേൾക്കാല്ല എന്നൊക്കെ പറഞ്ഞ എന്താ ബിർജു ഇത്? എന്താ ഞാൻ നിന്റെ അടുത്ത് പറയാ? ഇങ്ങനെ പറഞ്ഞിട്ട് ബൽറാം പല വർഷങ്ങളായി മൂടപ്പെട്ടിരുന്ന വീട്ടിനകത്തേക്ക് ചെന്നു. ബൽറാം ആ ഭംഗിയുള്ള പെണ്ണിനെ കണ്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. കൊല്ലണ്ടവനാ. പിന്നെ നിങ്ങൾ പാടുന്ന പാട്ടും വളരെ നന്നായിട്ടുണ്ട്. ഇതെന്തിനുള്ള പുറപ്പാടാണ്ടോ? അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഉറക്കം വരുന്നുണ്ട്. ബലരാമോ, നിന്റെ ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്. ആ പാട്ട് കേട്ടിട്ട് ഇവന് ഉറക്കം വരുന്നുണ്ട് പോലും. ആ പേരും പറഞ്ഞിട്ട് മൂപ്പർക്ക് ഇനി അവിടെ കൂടാലോ. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. എന്റെ താരാട്ട് കേട്ടാൽ കുട്ടികൾക്ക് എന്താ, മുതിർന്നവർക്ക് വരെ ഉറക്കം വരും. പക്ഷെ ആ ഉറക്കം സാധാരണമായ ഉറക്കമായിരിക്കില്ല. അത് മരണത്തിന്റെ ഉറക്കമെന്ന് പറയും. 100% ഞാൻ യോജിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഉറക്കം വരുന്നുണ്ട്. അത് മരണത്തിന്റെ ഉറക്കമെന്ന് പറയും. It was at this moment that he knew he fucked up. Play the music. കുറച്ചു സമയത്തിനകം ആ ഭംഗിയുള്ള സ്ത്രീയുടെ മുഖം വളരെ ഭയങ്കരമായി മാറാൻ തുടങ്ങിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ബൽറാമിന്റെ ശബ്ദം ഗ്രാമത്തിന്റെ ശാന്തതയെ കീറി മറികടന്നു. എന്തൊക്കെയായിരുന്നു രാത്രി നിന്റെ അമ്മേനോട് പറഞ്ഞിട്ട് നിന്റെ ചെവിയിൽ കുറച്ച് എണ്ണ അങ്ങ് വെച്ചേക്കേ. കാരണം നിനക്ക് ചെവി കേൾക്കുന്നേ ഇല്ല. എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. നട്ടപ്പാതിരേക്ക് അവൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ മാർക്കിടാൻ പോയതാ. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ബിർജു ചെവിയിൽ എണ്ണ ഒഴിച്ചതുകൊണ്ട് ബലരാമന്റെ കരച്ചിൽ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇരുട്ട് മാത്രമാണ് നിന്റെ കൂട്ടുകാരൻ. പിറ്റേ ദിവസം രാവിലെ ബൽറാമിന്റെ തല വെച്ച് ആരോ പസിൽ ഉണ്ടാക്കി കളിച്ചിരിക്കുന്നു. അത് കണ്ട ബൽറാമിന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു. എന്റെ ഭർത്താവ് ആർക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇദ്ദേഹത്തെ ഇത്ര ക്രൂരമായി കൊന്നിരിക്കുന്നല്ലോ. ഓ, അപ്പൊ ക്രൂരമല്ലാത്ത രീതിയിൽ വിഷം വെച്ച് കൊന്ന കുഴപ്പമില്ല അല്ലെ? ഈ ഗ്രാമത്തിൽ എന്റെ ഭർത്താവ് വളരെ നല്ലവനായല്ലേ ജീവിച്ചു വന്നത്. അല്ല, അപ്പൊ അപ്പുറത്തെ ഗ്രാമത്തിൽ മൂപ്പര് ദുഷ്ടനായിരുന്നു. വലിയ തമാശക്കാരനാണല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. ഈ ഗ്രാമത്തിൽ എന്റെ ഭർത്താവ് വളരെ നല്ലവനായല്ലേ ജീവിച്ചു വന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വളരെ നല്ലവനായല്ലേ ജീവിച്ചു വന്നത്. അതെ, അതുകൊണ്ടാണല്ലോ നട്ടപ്പാതിരക്ക് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറി മാർക്കിടാൻ പോയത്. ഇതൊക്കെ ഞാൻ പിന്നെ സഹിക്കും, പക്ഷെ ഇത്. പിന്നെ നിങ്ങൾ പാടുന്ന പാട്ടും വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനൊക്കെ എന്തായാലും ചാവണം. അപ്പോഴാണ് ഗ്രാമത്തലവൻ ഇന്ത്യയോട് പറഞ്ഞത്, വിന്ധ്യ, നീ കരയില്ല മോളെ. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് വിചാരിക്കുന്നു. ഇത് ദൈവം ആഗ്രഹിച്ച പോലെ തോന്നണില്ലല്ലോ തലവാ. മുതലാളി, ബൽറാമിന് ഏതോ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. ഏതോ താലാട്ട് പാടുന്നു കേട്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രാമത്തിലുള്ള അമ്മമാരെ ഏതൊരു കുട്ടിക്കും താലാട്ട് പാടില്ല. പിന്നെ റാപ്പാണോ പാടി കൊടുക്കാറ്?
അല്ല, ഒരു വിധത്തിൽ ചിന്തിച്ച അയാൾ പറയുന്നത് ശരി തന്നെയാണ്. ഇതിനൊക്കെ താരാട്ടെന്ന് പറയാൻ പറ്റൂ? രാത്രിയുടെ ആഴ്ന്ന ഇരുട്ടിൽ ഉറങ്ങിപ്പോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഒടുക്കം ബൽറാമിന്റെ ബോഡി എല്ലാവരും ചേർന്ന് കത്തിക്കുകയാണ്. ഈ സംഭവം നടന്ന് 3 മാസങ്ങൾക്ക് ശേഷം 3 പേർ ആ ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. ഇവരുടെ ഏതോ ഒരു പ്രോപ്പർട്ടി ആ ഗ്രാമത്തിലുണ്ട്. സോ അത് വിൽക്കാൻ വേണ്ടിയാണ് ഈ 3 പേരും ആ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ 3 പേരെയും കണ്ട ഗ്രാമത്തലവൻ അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവരോട് പറഞ്ഞു. Come on, മുതലാളി, ഈ സയൻസ് ലോകത്തിൽ നിങ്ങൾ എന്തിനെങ്ങനെ മണ്ടത്തരമായിട്ട് സംസാരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ അവിടെ നിന്നും പോയി. ഗ്രാമത്തലവന്റെ വാക്കുകൾക്ക് പുല്ല് വില കൊടുത്ത് 3 പേരും അവരുടെ കൂട്ടുകാരന്റെ വീട്ടിൽ കടന്നുറങ്ങും. അപ്പോഴാണ് വീണ്ടും ആ തല്ലിപ്പൊളിപ്പാട്ട് കേൾക്കുന്നത്. കണ്ണുറങ്ങ് എന്റെ പൊന്നുമോനെ, സ്വപ്നങ്ങളിൽ കളഞ്ഞു പോ. വെറുതെ അല്ല ആൾക്കാർ നിങ്ങളൊക്കെ ഒന്ന് പ്രേതാക്കിയത്. കണ്ണുറങ്ങ് സ്നേഹത്തിന്റെ വട്ടത്തിനകത്ത് കടന്നുറങ്ങാൻ അതെന്താ ചാത്തനാണോ? ഈ പാട്ട് കേട്ട് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാതെ ആ 3 പേരും കൂടെ ആ പാട്ടിനെ ഫോളോ ചെയ്ത് പ്രേതത്തിന്റെ അടുത്തെത്തുകയാണ്. സംഭവം എന്താന്ന് വെച്ചാ, മുൻപുണ്ടായിരുന്ന ഗ്രാമത്തലവൻ, അതായത് ഈ 2 ചെക്കന്മാരുടെയും മുതുമുത്തശ്ശൻ, ഇവരുടെ താരാട്ടുപാട്ട് കേട്ട് നാട് നശിപ്പിക്കാനുള്ള ഏതൊരു ബ്ലാക്ക് മാജിക് ആണെന്ന് വിചാരിച്ച് അവരെയും കുഞ്ഞിനെയും കത്തിച്ചു കളഞ്ഞു. സോ തന്നെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ആ ഒരു ജനറേഷനിലുള്ള എല്ലാവരെയും ഈ പ്രേതം വന്ന് പാട്ടുപാടി വെറുപ്പിച്ച് കൊല്ലാണ്. ഫ്ലാഷ് ബാക്ക് പറഞ്ഞ ശേഷം ഈ 3 പേരിൽ ബാക്കിയുണ്ടായിരുന്ന ഒരുത്തനെ കൂടി പ്രേതം കൊല്ലാൻ നോക്കുമ്പോഴാണ് അയാൾ വന്നത്. മന്ത്രവാദി വന്ന് ഏതോ ഒരു ഹെവി ഡോസ് മയക്കുമരുന്ന് ഊതി പ്രേതത്തിനെ പിന്നെ കൊന്നു. അതോടെ അവരുടെ ഈ താരാട്ട് പാട്ടും അവസാനിച്ചു. ആ ചെക്കൻ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ആ കാർ എടുത്ത് തിരിച്ചുപോയി. അഭിമന്യു കണ്ണിൽ കണ്ണീരോടെ തന്റെ സ്ഥലത്തേക്ക് തിരികെ പോയി. കണ്ണില് കണ്ണീരല്ലാതെ പിന്നെ മൂത്രം വരൂ? കണ്ണുറങ്ങ്